മെന്റലി ഡൗൺ ആയിട്ട് ഗബ്രി ഒരക്ഷരം പോലും മിണ്ടാൻ പറ്റാതെ കരയാൻ പറ്റാതെ ഇരിക്കുന്നു. ജാസ്മിൻ അവിടെ കിടന്ന് കരഞ്ഞു മെഴുകുന്നു. ജാസ്മിൻ മൈക്ക് ഊരി വെച്ചിട്ട് ഗബ്രിയോട് എന്തോ സംസാരിക്കാൻ തുടങ്ങുന്നു. ജിൻഡോ പറയുന്നു, മൈക്കിട് ജാസ്മിൻ, ഇതിവിടെ നടക്കില്ല, മൈക്കിടടി. അപ്പത്തേക്കും ജാസ്മിൻ അങ്ങോട്ട് ദേഷ്യം വന്നിട്ട്, ജാസ്മിൻ താൻ കൊണ്ടുപോയി കേസ് കൊടുക്കണോ, ഞാൻ വീടില്ല, താൻ കൊണ്ടുപോയി കേസ് കൊടുക്കും, താൻ പോടോ പോടോ പോടോ, അങ്ങനെ ഒരുപാട് ദേഷ്യത്തിൽ സംസാരിക്കുന്നു. ജിൻഡോ ആണെങ്കിൽ ഇതൊന്നും ഇവിടെ പറ്റത്തില്ല, മൈക്ക് ഇടടി എന്ന് പറയുന്നു. എന്നിട്ട് ജിൻഡോ അവിടെ നിന്ന് പോകുന്നു. ജാസ്മിൻ ആണെങ്കിൽ മൈക്ക് ഇടാതെ തന്നെ അവിടെ കിടക്കുന്നു. റസ്മിൻ നടുക്ക് കയറിയിരിക്കുന്നു. അപ്പത്തേക്കും ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു, ജാസ്മിൻ മൈക്ക് ധരിക്കുക. ആ സമയത്ത് ജിൻഡോ സായിയോടൊപ്പം അഭിഷേകിനോടൊപ്പം ഇരിക്കുകയാണ്. ജിൻഡോ അവിടെ നിന്ന് കൂവിയിട്ട് പറയുന്നുണ്ട്, മൈക്കിടറി മൈക്കിടടി എന്ന്. അപ്പത്തേക്കും ജാസ്മിൻ പൊട്ടിത്തെറിക്കുന്നു, കാറുന്നു, കൂകുന്നു. ജാസ്മിൻ റസ്മിനെ കെട്ടിപ്പിടിക്കുന്നു. റസ്മിൻ സമാധാനിപ്പിക്കാൻ നോക്കുന്നു. ജാസ്മിൻ എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ട് സാധനങ്ങൾ എടുത്ത് എറിയുന്നു. ആളുകൾ കൂടുന്നു. ഏതാണ്ട് മരിച്ച വീട് പോലെ, എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് കാറുന്നു. എനിക്ക് ആരെയും കാണണ്ട, എല്ലാവരും പോന്നൊക്കെ പറഞ്ഞിട്ട് തലോണയൊക്കെ എടുത്തെറിയുന്നു. ഗബ്രി സൈഡിൽ ഇതാ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നു. അപ്പോൾ ക്യാമറ ഒന്ന് സൂം ചെയ്യുന്നുണ്ട്. ക്യാമറ സൂം ചെയ്യുമ്പോൾ ഒരു തുള്ളി കണ്ണുനീര് പാവം ഗബ്രിയുടെ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ജാസ്മിൻ്റെ ഒരുമാതിരി ഷോ എന്ന് പറഞ്ഞാൽ ശരിക്കും ലൈവിൽ കമൻറ്റ് ആളുകൾ ഇടുന്നത് മരണവീട് പോലെ, ആരോ മരിച്ച പോലെയാണ് ജാസ്മിൻ കിടന്ന് വല്ലാതെ കരയുന്നു. അവസാനം ബിഗ് ബോസ് പറയുന്നു, കൺഫെഷൻ റൂമിലേക്ക് വാന്ന്, എനിക്ക് പോണ്ടാന്നും പറഞ്ഞിട്ടായിട്ട് അടുത്ത കരച്ചിൽ, ഭയങ്കര കരച്ചിലായിരുന്നു. ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ സായി പറയുന്നുണ്ട്, ഷോയാണ്, ജസ്റ്റ് ചുമ്മാ അഭിനയാണ് അവളുടെ എന്ന്. അപ്പോൾ അവിടെ നിന്നിട്ട് അഭിഷേക് അല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ സായി കറക്റ്റായിട്ട് പറയുന്നുണ്ട് അഭിനയാണ്. സിബിനും ആ ഒരു പോയിന്റ് നേരത്തെ തന്നെ ഋഷിയോട് പറയുന്നുണ്ട്. ഗബ്രി ശരിക്കും പൊളിഞ്ഞിരിക്കുകയാണ്, ഗബ്രി തകർന്നു പോയി, ചെക്കൻ തകർന്നു പോയി, പക്ഷെ അവളുടെ അഭിനയാണ് കറക്റ്റായിട്ട് സിബിനും പറയുന്നുണ്ട്. അവസാനം അപ്സരയും റസ്മിനും കൂടെ പിടിച്ചുകൊണ്ട് കൺഫെഷൻ റൂമിൽ കൊണ്ട് ഇരുത്തുന്നു. അപ്സരയും ജാസ്മിൻ്റെ ഇപ്പുറത്ത്, റസ്മിൻ ഇപ്പുറത്ത്, അങ്ങനെ ജാസ്മിൻ നടുക്ക് ഇരുന്നിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ബിഗ് ബോസ്, ഇത്രയും കിടന്ന് കരയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് ബിഗ് ബോസ് പറയുന്നു. ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല, അങ്ങനെ ഇങ്ങനെയാണ് പറഞ്ഞത്. കറക്റ്റായിട്ട് ബിഗ് ബോസ് പറഞ്ഞത് ഇങ്ങനെയാണ്, ഇത്രയും കിടന്ന് കരയാൻ വേണ്ടിയിട്ട് ഇവിടെ ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോഴത്തേക്കും ജാസ്മിൻ, എനിക്കാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും തർക്കുത്തരം പോലെ ബിഗ് ബോസിനോട് പറയുന്നു. പിന്നെ അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട്, സൈക്കോളജിസ്റ്റിൻ്റെ സേവനം നിങ്ങൾക്ക് ഉടനെ ലഭ്യമാക്കാമെന്ന്. അപ്പോൾ അപ്സര ചോദിക്കുന്നുണ്ട്, ഒരു ദിവസത്തേക്ക് ഇവിടെ നിന്ന് മാറ്റി നിർത്താൻ പറ്റുമോ, എല്ലാവരും കാണുമ്പോഴാണ് ഇവൾക്ക് പ്രശ്നം എന്നൊക്കെ പറയുന്നുണ്ട്. അത് ആലോചിച്ചിട്ട് പറയാമെന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ജാസ്മിൻ്റെ ശരിക്കും പറഞ്ഞ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ജാസ്മിൻ പറയുന്നുണ്ട് ഗബ്രി തകർന്നിരിക്കണേ, എനിക്ക് കാണാൻ പറ്റുന്നില്ല എന്ന്. അപ്പോഴത്തേക്കും റസ്മിൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നീയല്ല പ്രശ്നം, റസ്മിനും ജാസ്മിനും പോലെ രണ്ടുപേരോടും ഒരു സ്നേഹം ഉണ്ട് എന്ന് ആളുകൾ ഗബ്രിയെ പറ്റി പറയുന്നു. രണ്ട് പെണ്ണുങ്ങളോടും സ്നേഹം ഉണ്ടെന്ന് ഗബ്രിയെ പറ്റി പറഞ്ഞത്, അതാണ് അവന് വിഷമായിട്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് അവൻ മിണ്ടാതിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ജാസ്മിൻ എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ട് കരയാണ്. എന്നാൽ പിന്നെ വീട്ടിൽ വിട് എന്ന് ബിഗ് ബോസിന് പറയാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. ശരിക്കും പറഞ്ഞാൽ കൈവിട്ട് പോയി എന്ന് മനസ്സിലാക്കിയിട്ടാണ് ജാസ്മിൻ ഇത്രയും കിടന്ന് കരയുന്നത്. അന്ന് വാപ്പയ്ക്ക് അറ്റാക്ക് എന്ന് പറഞ്ഞ് കോൾ വന്നു എന്ന് പറഞ്ഞപ്പോൾ ജാസ്മിൻ കരഞ്ഞുണ്ടാക്കിയ ബഹളമില്ല, ഞാൻ കമ്മിറ്റഡ് ആണ് ഗൈസ്, അതുപോലത്തെ ഒരു കരച്ചിലാണ് ഇവിടെ നടന്നത്. സിബിൻ കറക്റ്റായിട്ടൊരു പോയിന്റ് പറയുന്നുണ്ട്, ഇവള് എല്ലാവരും കൂടെ ഗബ്രീനെ കുറ്റപ്പെടുത്തിയപ്പോൾ ഇവളിങ്ങനെ ഇരുന്നില്ലെങ്കിൽ നാട്ടുകാർ പറയില്ലേ ഇവൾക്കൊരു സെൻറ്റിമെൻസും ഇല്ല, ഇവൾ എന്ത് പെണ്ണാണ്. അപ്പോൾ സെൻറ്റിമെൻസിന് വേണ്ടിയിട്ട് ഇവൾ കാണിച്ചു കൂട്ടുന്നതാണ്. ഗബ്രി ശരിക്കും തകർന്നു പോയിട്ടുണ്ടെന്ന് സിബിൻ കറക്റ്റായിട്ടൊരു പോയിന്റ് പറയുന്നുണ്ട്. അത് തന്നെയാണ്. എന്നിട്ട് ഇവൾക്കാണ് ഇപ്പോൾ കൺഫെഷൻ റൂമിലോട്ട് വിളിച്ചത്. അപ്പോഴും ഗബ്രി അനങ്ങാതെ മിണ്ടാതെ ഒരു ഭക്ഷണം പോലും കഴിക്കാതെ അങ്ങനെ ഒരു അനങ്ങാതിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും സിബിനും മനസ്സിലായി, അൻസിബയ്ക്ക് മനസ്സിലായി, തകർന്നു പോയത് സായിക്ക് മനസ്സിലായി. ശരിക്കും സൈക്കോളജിസ്റ്റിനെ കാണിക്കേണ്ടത് ഗബ്രീനെയാണെന്ന്. എന്നിട്ട് അവർ പറയുന്നുണ്ട് അവനാണ് ഡിസേർവ് ചെയ്യുന്നത്. അൻസിബയും പറയുന്നുണ്ട് സൈക്കോളജിസ്റ്റിനെ കാണേണ്ടത് അവനാണ് ഡിസേർവ് ചെയ്യുന്നത്, മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് എന്ന് പറയുന്നുണ്ട്. അവസാനം മെഡിക്കൽ റൂമിലോട്ട് ഗബ്രീനെ വിളിച്ചിട്ടുണ്ട്. അർജുനും സിബിനും കൂടെ മെഡിക്കൽ റൂമിലോട്ട് ഗബ്രീനെ ആക്കിയിട്ടുണ്ട്. എനിക്ക് ഇത്രയാണ് പറയാനുള്ളത്. വീട്ടുകാരറിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിരുന്ന ആളുകൾ, എന്നാൽ പിന്നെ ഒരു പ്രശ്നമില്ലാത്ത ആളുകൾ പിന്നെ ഇരുന്ന് കരയേണ്ട ആവശ്യമുണ്ടോ? ഗബ്രിയോട് പണ്ടേ സിജോ പറഞ്ഞു കൊടുത്തേട്ടാ, നിന്റെ ഫാമിലി കാണുമ്പോൾ ഇത് പ്രശ്നം ഉണ്ടാവും. എൻ്റെ ഫാമിലിനെ എനിക്കാണോ അറിയാവുന്നതോ നിനക്കാണോ അറിയാവുന്നത്, എൻ്റെ ഫാമിലിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞ ഗബ്രിയുടെ കോൺഫിഡൻസ് പോയത് ഇന്നലെ ഗബ്രിയുടെ ചേച്ചിയുടെ ഹസ്ബൻഡും ഒക്കെ വന്നിട്ട് ഫോക്കസ് ചെയ്ത് കളിക്കുകയും അല്ലാതെ റിലേഷൻഷിപ്പിലോട്ട് പോകരുത് എന്ന് പറഞ്ഞതും എല്ലാം കൂടെ തലക്ക് കയറിയിട്ടാണ് ഗബ്രിയുടെ മെൻ്റൽ ഹെൽത്ത് താഴോട്ട് പോയത്. ജാസ്മിൻ്റെ ഇതൊരു സെൻറ്റിമെൻസിന് വേണ്ടിയിട്ട് കാണിക്കുന്നത് പോലെ കുറച്ചൊക്കെ സങ്കടമുണ്ട്, പക്ഷേ കൂടുതലും സെൻറ്റിമെൻസിന് വേണ്ടി കാണിക്കുന്ന പോലെ, അല്ലെങ്കിൽ എന്നെ കുറ്റപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന പോലെയാണ് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായം താഴെ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ഫ്രം വർഷ.